ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡിസംബർ 8 ആണ്. നാളെ ബേബിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബേബിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡെക്കോറും കാര്യങ്ങളും കേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേബിക്ക് അറിയത്തില്ല നമ്മൾ അതിനാണ് പോകുന്നതെന്ന്. അപ്പോൾ അതാണുള്ള സർപ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡിന്നർ കഴിക്കാതെ കടയിലും പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷന് പോയത് ഫ്രഷ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിലൊരു കഫേയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പ്രീ ബുക്ക് ചെയ്തെല്ലാം ഡെക്കോറും കേക്കും ഫുഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കഫേ കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് അവിടെ പോകുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കഫേ ആയിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ചേട്ടാ പാട്ട് പാടുന്നുണ്ടോ? അവിടെ വേറെ മീനുണ്ട് കാണാം. ഞാൻ നാളെ പ്രതീക്ഷിച്ചു, ഇന്ന് പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ പാട്ട് പാടിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ വീട്ടിലെ പ്രതീക്ഷിച്ചു വേറെ എന്തെങ്കിലും കാണുമെന്ന്. പെട്ടെന്ന് പ്ലാനും മാറി ഇവിടെ നിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഫിക്സ് ആക്കി കാണത്തില്ല. ഇഷ്ടപ്പെട്ടു. ലവ് യു. ചിക്കൻ അല്ല അത്, ക്രിസ്മസ് പപ്പാനി. ഹായ്, താങ്ക് യു പറ. ഞാനൊരു പാക്കേജ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡെക്കോറ് 1/2 kg കേക്കാണ്. അത് എനിക്ക് ബട്ടർ സ്കോച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബട്ടർ സ്കോച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർക്ക് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ഡേയ്സിൽ ലൈവ് മ്യൂസിക്കും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ വെക്കണമെങ്കിൽ നേരത്തെ റിസർവ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഡെക്കോറും കേക്കും മാത്രം നമുക്ക് ചൂസ് ചെയ്തിട്ട് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള കഴിച്ചിട്ട് അതിൻ്റെ പ്രൈസും കൊടുക്കാം. Everybody, come on. Na tere baaju lage raji tu ki jaane. Let's wish the birthday boy Shijin. Shijin oru nalla birthday namukku wish cheyam endayilum. Happy birthday to you. Happy birthday to you. Happy birthday dear Shijin. Happy birthday to you. May God bless you. May God bless you. Happy long life dear Shijin. Happy birthday to you. തൂവിത തുള്ളികൾ വീരനാവാ അലയോ തെന്നലെ കരളിലെ തന്ത്രയിൽ അലസമായി മൂളി പറന്നതാ. നമ്മുടെ
മെനുവിൽ ഫസ്റ്റ് വരുന്നത് സൂപ്പാണ്. ഞാൻ ഇവിടെ സ്വീറ്റ് കോൺ സൂപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നോർമലി ചിക്കൻ സൂപ്പാണ്, മാൻചോ സൂപ്പാണ് യൂഷ്വലി ഓർഡർ ചെയ്യുന്നത്. ഇപ്രാവശ്യം സ്വീറ്റ് കോണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മാൻചോ സൂപ്പ് തന്നെയാണ് ഓൾ ടൈം ഫേവറേറ്റ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് മാൻചോ സൂപ്പിൽ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ കേട്ടോ. പിന്നെ ഞങ്ങളതിലേക്ക് കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്തു. പെപ്പറൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബേബിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ രണ്ടും മാച്ചോ സൂപ്പിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ആദ്യമേ സൂപ്പ് കുടിച്ചു. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റാർട്ടർ വന്നു. സ്റ്റാർട്ടർ നമ്മൾ ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ ചെയ്തത്. നേരത്തെ നമ്മൾ ആ മെനുവിലുണ്ടായിരുന്ന ലോബ്സ്റ്റർ ആയിരുന്നു. പക്ഷേ ലോബ്സ്റ്റർ ബേബിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടർ ചേഞ്ച് ചെയ്ത് ചിക്കൻ ലോലിപോപ്പിലേക്ക് മാറ്റി. മിച്ചൂരും ചിക്കൻ ലോലിപോപ്പ് ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ച് സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് അവന് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ബേബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചിക്കൻ ലോലിപോപ്പായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ മെയിൻ കോഴ്സ് വന്നു. ബഫലോ സ്റ്റീക്കും ചിക്കൻ സ്റ്റീക്കുമാണ് നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചിക്കൻ സ്റ്റീക്കും ബേബിക്ക് ബഫലോ സ്റ്റീക്കും അങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതാണ് ബഫലോ സ്റ്റീക്ക്. മറ്റേത് ചിക്കൻ സ്റ്റീക്ക്. എനിക്ക് ചിക്കൻ സ്റ്റീക്കാണ് കുറച്ചും കൂടെ ബഫലോ സ്റ്റീക്കാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ചിക്കനേക്കാട്ടിലും. ആ ഒരു സോസൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ചിക്കൻ എടുത്തിട്ട് ഈ സോസിൽ മുക്കി കഴിക്കുകയാണ്. അപ്പോൾ ബേബി പറഞ്ഞു ഇത് അതിനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയാണ്. പക്ഷേ എനിക്കത് സോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബേബിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ബീഫാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബീഫാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊന്നും നമുക്കൊന്നും പറയാനില്ല. എല്ലാം അടിപൊളി വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ബീഫ് സ്റ്റേക്ക് ഒക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് കം ടു ദിസ് കഫേ. നല്ല ഫുഡും നല്ല ആംബിയൻസും കേട്ടോ. വീക്കെൻഡ്സിൽ വരുവാണെങ്കിൽ നല്ല ആംബിയൻസ് ആയിരിക്കും. ഇത് ലൈവ് മ്യൂസിക്കൊക്കെ കേട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ ലാസ്റ്റായിട്ട് മൊജിറ്റോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആയിരുന്നു. പിന്നെ മിച്ചു നമ്മളിങ്ങനെ കുറച്ച് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അവന് അതൊക്കെ ഇരുന്ന് കാർട്ടൂൺ വെച്ച് കൊടുത്തവന് അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ കഴിച്ചു തരുന്നു. അപ്പം ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല ഫുഡും നല്ല ആംബിയൻസും ആയിരുന്നു. ബേബിക്കൊരു സർപ്രൈസ് കൊടുത്തപ്പം എനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ ഹാപ്പി, ബേബിയും ഹാപ്പി. പിന്നെ ഇതുപോലെ തന്നെ ഇവർക്ക് പ്ലാന്റ്സ് ഒക്കെ സെയിലുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഏരിയ ബാക്കിലേക്ക് ഇതേപോലെ കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് ഒക്കെ നോക്കാം. ഞങ്ങളുടെ അവിടെ പ്ലാന്റ്സ് ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല ഫ്ലാറ്റിൽ. അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ്സ് ഒന്നും വാങ്ങാത്തത്. പിന്നെ ജസ്റ്റ് അവിടെ എല്ലാം ജസ്റ്റ് പോയി കറങ്ങി. പിന്നെ അവിടെ 2 ബേർഡ് ഉണ്ട് കേട്ടോ. അതെന്താ പേരെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ കുറച്ച് നേരം മിച്ചുവിനെ കൊണ്ട് നിർത്തി. അവൻ കുറച്ച് നേരം അതൊക്കെ നോക്കി എൻജോയ് ചെയ്തു. നിങ്ങൾക്കപ്പോൾ ഈ ഒരു വ്ളോഗിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം ഇതിൻ്റെ പാക്കേജ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. So we have somebody from the audience ഒരു ഡെഡിക്കേഷൻ ആയിട്ട് എന്തോ ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട്, പറയാനുണ്ട് എൻ്റെ വാക്ക് എന്നാണ് പറഞ്ഞത്. സോ here we go. Good evening all. So tomorrow is my husband's birthday. So I gave him a small surprise. So to my wonderful husband, may your birthday filled with joy, happiness, and laughter, and have a great year ahead. Thank you so much. Thank you for being with me with lots of love. Thank you. Best happy in the world അല്ലേ? ബട്ട് എന്തായാലും ദാറ്റ് സോ സ്വീറ്റ്. എന്താണ് മാമിൻ്റെ പേരെന്താണ്? ഫാത്തിമ. സർ ഷിജിൻ. യെസ് ഗൈസ്, ലെറ്റ്സ് വിഷ്. ഇതാണ് ബർത്ത്ഡേ ബോയ്. ഇന്നത്തെ ഒരു ബർത്ത്ഡേ ബോയ് ഇതാണ്. ലെറ്റ്സ് ഹാവ് വൺ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു കൈഡി കൊടുത്ത് വെരി ഹാപ്പി ബർത്ത്ഡേ
ടു ഷിജിൻ ചേട്ടൻ ആൻഡ് ചേച്ചി. ഇറ്റ്സ് സോ ലവ്ലി. ഇത് ക്രഷൊക്കെ ആയിട്ട് കുഞ്ഞി പിള്ളേർ എന്ന് വെച്ചാൽ നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രേമം തുടങ്ങുന്ന ടൈമിൽ കാണിക്കുന്ന അതേ സെയിം സെറ്റപ്പ് ആണല്ലേ. ഇത്രയൊന്നും ആരും ചെയ്യാൻ എന്തായാലും ആർക്കും കടിച്ചിട്ടുണ്ടാവില്ല. സോ ദാറ്റ്സ് വെരി വണ്ടർഫുൾ, സോ സ്വീറ്റ് ഗൈസ്. ഒരു നല്ല കൈഡി ചേച്ചിക്ക് വേണ്ടിയിട്ട്. ഓ എന്തായാലും ഇങ്ങനെ വന്നിട്ടൊരു സർപ്രൈസ് എന്നെ കൊണ്ട് പാട്ട് പാടിച്ചു, ഐ മീൻ ബർത്ത്ഡേ വിശേഷിപ്പിച്ചു, കൂടെ ഇവിടെ വന്ന് പറയാനും കൂടെ അതെല്ലാവരുടെയും മുന്നിൽ അറിയിക്കുകയാണ് സർ. യു ആർ സോ ലക്കി, യു ഗൈസ് ബോത്ത് ആർ സോ ലക്കി. മോനും ലക്കിയാണ്. എന്താ മോൻ്റെ പേര്? സോറി. അപ്പം ഇപ്സൺ മോനും ഹായ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു, ദാറ്റ്സ് സോ ലവ്ലി. ബലൂണും കിട്ടി, കേക്ക് കട്ടി കേക്കാം. അവരവിടെ ഉണ്ടാക്കുന്നില്ല, അപ്പൊ അവര് വേറെ മേടിച്ച് തരുമെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസ് ഷെയറിംഗ്. എക്സ്പീരിയൻസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് സർപ്രൈസ് ആയിപ്പോയി. ഞാൻ പ്രതീക്ഷ വേറൊരിടത്തായിരുന്നു, പക്ഷെ ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ അതിൽ സർപ്രൈസ് ആയിപ്പോയി. ആംബിയൻസും കൊള്ളാം, എല്ലാം കൊള്ളാം. ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡും കുഴപ്പമില്ല, അടിപൊളിയാണ്, നല്ല ഇതായിരുന്നു. ബീഫ് കുറച്ചൊരു തണുത്ത് പോയായിരുന്നു, വലിയ ചൂടില്ല, വലിയ തണുപ്പായിരുന്നു, നല്ല ആവറേജ് വാം കണ്ടീഷനായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ഓവറോൾ എല്ലാം അടിപൊളിയായിരുന്നു. ഹൈലൈറ്റ് ലാസ്റ്റ്, അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതും സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. താങ്ക് യു ബേബി, താങ്ക് യു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തല്ലേ? അല്ലേ പിന്നെ മിച്ചു പറയാൻ എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. ഹാപ്പി ഡാഡാ പറ. ഡാഡാ ഡാഡാ ഹാപ്പി പറയടാ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.